ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടേ. സിനിമ എങ്ങനെ ഉണ്ട് എന്ന് പറയുന്നതിന് മുൻപ് സിനിമയിൽ മലയാളിയുടെ ഇപ്പോഴത്തെ കാഴ്ചപ്പാടിനെ കുറിച്ച് രണ്ട് വാക്ക് പറയണം. ഇത് ആധുനിക യുഗം 2026 ടെക്നോളജി 10-25 വർഷമായിട്ട് ടെക്നോളജി നമ്മുടെ കയ്യിൽ കിട്ടി, അതായത് ഇന്ത്യയുടെ കയ്യിൽ കിട്ടിയിട്ട് വികസിച്ച് പന്തലിരിക്കുന്ന ലോകം, നല്ല എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ജനത, പിന്നെ അത്യാവശ്യം 100% സാക്ഷരത, 60% പേരെങ്കിലും 10ാം ക്ലാസ് 10th കഴിഞ്ഞവര്, 70-80% വരുന്ന യുവജനത +2 കഴിഞ്ഞവര്, ഈ 80%-ല് അതിൽ 50%-ത്തിലധികം കുട്ടികൾ ഡിഗ്രി ഹോൾഡേഴ്സ്, ആ 50%-ത്തില് അതിൽ 40%, അതായത് 90% കുട്ടികളും PG ഹോൾഡേഴ്സ്, പിന്നെ അത്യാവശ്യം എല്ലാ ടെക്നോളജിയും കൈകാര്യം ചെയ്യുന്ന 90 വയസ്സ് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ മനുഷ്യരും. ഇങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തില് ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറഞ്ഞ ഈ സിനിമ വമ്പ ഹിറ്റായിട്ട് മാറിയിരിക്കണം കേരളത്തിൽ. ഇന്ത്യയുടെ അതർ സംസ്ഥാനങ്ങളിലൊന്നും അങ്ങനെ വലിയ ക്ലിക്കൊന്നും അല്ല, പക്ഷെ കേരളത്തിൽ ഇത് ഭയങ്കര ക്ലിക്കായി മാറിയിരിക്കണം. ഇത് പക്ഷെ അതർ സംസ്ഥാനത്തിൽ ഭയങ്കര ക്ലിക്കായി മാറി എന്ന് പറഞ്ഞാൽ ഞെട്ടില്ലായിരുന്നു. പിന്നെ വിദേശത്ത് ഈ പടത്തിന് ഭയങ്കര സ്വീകാര്യത വന്നിട്ടുണ്ട്. ഇവിടത്തെക്കാളും കളക്ഷൻ വിദേശത്ത് വരുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പക്ഷെ ഞാൻ ഞെട്ടിപ്പോയത് സിനിമ ഭയങ്കര റിവ്യൂ ആണ്, പോസിറ്റീവ് റിവ്യൂ മാത്രം കേട്ട ഒരു സിനിമയാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ഞാനും ആ ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് തിയേറ്ററിൽ പോയി സിനിമ കാണാൻ പോയത്. കുടുംബമായിട്ടാണ് പോയത്. തിയേറ്ററിൽ എൻ്റെ പ്രതീക്ഷയാണ് പറഞ്ഞത്. ഞാൻ വളരെ ഇത്രയും ഹെവി പോസിറ്റീവ്, അതുകൊണ്ട് ഈ അടുത്ത കാലത്തിൽ അവിടെ ഇറങ്ങിയ സിനിമകളിൽ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഏത് സിനിമകളിലും 9.7 റേറ്റിംഗ് ഉള്ള സിനിമ, അതായത് നമ്മുടെ ബുക്ക് മൈ ഷോയിൽ നോക്കുമ്പോൾ 9.7 റേറ്റിംഗ് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള സിനിമ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വല്ലാത്തൊരു പ്രതീക്ഷയോടെ, അതായത് വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് തിയേറ്ററിൽ പോയി സിനിമ കാണാൻ പോയത്. ആ പ്രതീക്ഷകളെല്ലാം ശരിയാണോ എന്നുള്ളതാണ് ആദ്യമേ ഞാൻ പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഈ 9.7 റേറ്റിംഗും വളരെ പോസിറ്റീവ് ന്യൂസ് മാത്രമാണ് ഈ സിനിമയ്ക്കുള്ളത്. പിന്നെ കളക്ഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിച്ചു കയറാണ്, 100 കോടി ക്ലബ്ബ് ജമ്പ് ചെയ്ത് കഴിഞ്ഞു, അതായത് വേൾഡ് വൈഡ്. അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ വരികയും ഈ പടത്തിന് വിദേശത്തും സ്പെഷ്യലി കേരളത്തിലും വലിയ കളക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച ഒരു നിലവാരമാണ്. പടം മോശമെന്നല്ല ഇതിനകത്ത് അർത്ഥം. ഞാനൊരു നല്ല സ്റ്റാൻഡേർഡ് ഫിലിം പ്രതീക്ഷിച്ചു. കാരണം ഇതെന്ന് പറഞ്ഞൊരു പഴയ കഥയെ റീമേക്ക് ചെയ്യണത് കൂടെയാണ്. ഒരു പഴയ നമ്മുടെ മലയാള സിനിമയെ ഒരു റീമേക്കിംഗ് ലെവലിൽ കൂടെ വന്നിട്ടുള്ള ഫിലിമാണ്. അപ്പം അത് റിമേക്ക് ചെയ്ത് കൂടെ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്ന് പറയുന്നത് വേറൊരു ലെവൽ. കാരണം അങ്ങനെയാണല്ലോ ഈ പടത്തിന്റെ അഭിപ്രായമാണ് അങ്ങനെ തോന്നിച്ചത്. ആ ഒരു ലെവല് ഞാൻ പ്രതീക്ഷിച്ചു. അപ്പോൾ സിനിമ തുടങ്ങി ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി, എൻ്റെ ബാല്യകാലം മുതൽ നമ്മൾ കണ്ട് കേട്ട് അനുഭവിച്ച് നാട്ടിൻപുറത്ത് എല്ലാം കണ്ട് മടുത്ത് തകർന്ന് തരിപ്പണമായ ഒരു സംഗതിയാണ് പടത്തിലുടനീളം. എടുത്ത് പറയാ സ്പെഷ്യൽ എന്ന് പറയാ ഒന്നുമില്ല പടത്തിൽ. മീൻസ് പുതിയ തലമുറയുടെ കാര്യമല്ല ഞാനിവിടെ പറയണ. എൻ്റെ തലമുറ ബാല്യകാലം മുതൽ അനുഭവിച്ച് കണ്ട് കേട്ട് സിനിമകൾ ഇങ്ങനെ ആയിരക്കണക്കിന് കഥകൾ ഉണ്ടായി, ആയിരക്കണക്കിന് സിനിമകൾ വന്ന് ഇങ്ങനെയല്ല. അത് നമ്മൾ ഇന്ത്യയുടെ എല്ലാ ലാംഗ്വേജിലും അതാത് കൾച്ചറിനെ അടിസ്ഥാനപ്പെടുത്തി ഇങ്ങനെ ധാരാളം സിനിമകൾ വന്നു പോയ കഥയും അതേ പാറ്റേണിലുള്ള സ്റ്റോറിയും ഫ്രെയിമുകളും അതേ പാറ്റേണിലുള്ള നമ്മുടെ നായികയും ഒരു മെച്ചുവർ അല്ലാത്ത നായികയും ഭയങ്കര മെച്ചുവർ പോലെ അനുഭവിക്കുന്ന നായകനും
പിന്നെ അവർ ചുറ്റുപറ്റും പുതിയ ടെക്നോളജിയിൽ പിള്ളേരെ പുതിയ രീതിയിൽ ഡയലോഗ് അടിക്കുന്നു. ഇച്ചിരി കൂടെ ഒരു 20 വർഷം ബാക്കിൽ പോയ 25 സോറി ഒരു 35 വർഷം 40 വർഷം ബാക്കിൽ പോയ അപ്പോഴാ കാലത്ത് ഡയലോഗ് അടിച്ചു എന്നുള്ളത്, അടിച്ചു പടങ്ങൾ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയുള്ള രീതിയിൽ മേക്ക് ചെയ്യപ്പെടുത്തിട്ടുള്ള ഒരു ചിത്രം. അപ്പോൾ ചിത്രം ഈ ചിത്രം ഈ ചിത്രം വിജയിച്ചതിൽ തികഞ്ഞ അഭിനന്ദനങ്ങൾ പറയണം അതിൻ്റെ ഡയറക്ടർക്ക്, അതിൻ്റെ സ്ക്രിപ്റ്റേഴ്സിന്, ആക്ടേഴ്സിന്, അണിയറ പ്രവർത്തകർക്ക്, എല്ലാവർക്കും, ക്യാമറമാനടക്കം എല്ലാവർക്കും. പടം 9.7 റേറ്റിംഗ് നേടി. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ വലിയ കളക്ഷൻ കൊണ്ടുവരണം. 100 കോടി ടക്കണ വരുന്ന പടങ്ങൾ ഉണ്ടാവുന്നു. ഈ സിനിമ മേക്ക് ചെയ്യാൻ കരുതി ഇങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്ത് ഈ രീതിയിലെ പടം നമ്മളെ ഓഡിയൻസിന്റെ ഇടയിൽ പൾസാവും എന്നുള്ള രീതിയിൽ എടുത്ത ഇവർക്കെല്ലാവർക്കും 100-ൽ 100 മാർക്ക് കൊടുക്കുകയാണ് ആദ്യമേ. ഈ 2026 100-ൽ 100 മാർക്ക് ഞാൻ കൊടുക്കുകയാണ്. കാരണം അങ്ങനെ ഒരു സബ്ജക്റ്റ്, പഴയ സബ്ജക്റ്റ് എടുത്തുകൊണ്ടുവന്ന് ഇങ്ങനെ മേക്ക് ചെയ്ത് പ്രേക്ഷകരെ മുമ്പ് കൊണ്ടുവന്ന് പ്രേക്ഷകരാണെങ്കിൽ ഇടിച്ചു കയറണം എന്ന രീതിയിൽ അതിൽ ഞാൻ 100-ൽ 100 മാർക്ക് കൊടുക്കുകയാണ്. പക്ഷെ എൻ്റെ കാഴ്ചപ്പാടിൽ കണ്ട സിനിമ, പ്രത്യേകിച്ച് നമ്മുടെ ഈ പുതിയ ഇത്രയും നല്ല ടോപ്പിൽ എഡ്യൂക്കേഷനിലൊക്കെ നിൽക്കുന്ന മലയാളി ഇതുപോലുള്ള സിനിമയെ കൊട്ടിഘോഷിക്കുന്നു എന്ന് പറഞ്ഞ് അതിന് 9.7 റേറ്റിംഗ് കൊടുക്കുന്നു എന്നൊക്കെ കൊടുക്കുന്നു, ഇത്രയും വലിയ കളക്ഷൻ വരുന്നു, അതിനിവിടെ ആഘോഷിക്കുന്നു. ഓണച്ചിത്രങ്ങൾ തൂക്കി എന്ന് പറഞ്ഞാണ് ആഘോഷിക്കുന്നത്. അങ്ങ് ഭയങ്കരമായിട്ട് തൂക്കിയെടുത്തുകൊണ്ട് പോയെന്ന്. അത് ശരിയും തന്നെയാണ്, അതിൽ തെറ്റൊന്നുമില്ല. തിയേറ്ററൊക്കെ എല്ലാ തിയേറ്ററിലും ഫുള്ളാണ്, ഭയങ്കര തിരക്കാണ്. ഈ ആഴ്ച മൊത്തം ബുക്കിംഗ് ഫുള്ളാണ്. ആവറേജ് കളക്ഷൻ ഡെയിലി 30 കോടി വരുന്നുണ്ട് വേൾഡ് വൈഡ്. തീർച്ചയായിട്ടും അത് കണക്കൊക്കെ കറക്റ്റ് തന്നെയാണ്. പക്ഷെ അത് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയ മലയാളി ഇത്തരം രീതിയിലാണ് ഇപ്പോഴും ചിന്താഗതിയും ജീവിതവും പോകണമെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പടം. അവിടെയാണ് ഞാൻ വിലയിരുത്തിയത്. അതാണ് ഞാൻ പറഞ്ഞത്, പടം ഇങ്ങനെ ഘോഷിച്ചപ്പോൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ നമ്മൾ മലയാളിയുടെ പുതിയ തലമുറയിലെ കുറേ കുട്ടികളെങ്കിലും ഒരു അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊന്നും ആഘോഷിക്കൂലല്ലോ. കാരണം റിവ്യൂ പറയണതെല്ലാം പുതിയ തലമുറയിലെ പിള്ളേരാണ്, പഴയ ആൾക്കാരല്ല. പഴയ ഇത്തിരി പ്രായം ചെന്ന് റിവ്യൂ പറയണ ഞാനൊക്കെ ഉള്ളൂ, എന്നെ പോലെ കുറച്ച് പേരൊക്കെ ഉള്ളൂ, ഒരു 4-5 പേരേ ഉള്ളൂ. അവരെ റിവ്യൂ ഒന്നും ആരും കാണാറില്ല. എൻ്റെ റിവ്യൂ ഒരു 10 പേരൊക്കെ കാണുന്നത്. മറ്റേത് ലക്ഷക്കണക്കിനാണ് പ്രേക്ഷകർ, അവർക്ക് സ്പോൺസേഴ്സ് ഉണ്ട്, അതിൽ നിന്ന് ഒരു വരുമാനം നേടുന്നുണ്ട്. ഇവരടക്കം തിയേറ്ററിൽ നിന്ന് പിന്നെ പുറത്തിറങ്ങി സംസാരിക്കുന്ന കുട്ടികളടക്കം ഹെവി പോസിറ്റീവ് അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതും, ഞാൻ പ്രതീക്ഷിച്ചത് ഇവരൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ കാര്യമാണ്, പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ ഇപ്പോഴും ഒരു 50 വർഷം പുറകിൽ തന്നെയാണ് ജീവിക്കുന്നത്. നമ്മുടെ എല്ലാ കുട്ടികളും അല്ല, ഒരു 50% കുട്ടികൾ ഇപ്പോഴും. നമ്മളെ പാരന്റിങ് ലെവലും അങ്ങനെ തന്നെയാണ്, നമ്മുടെ സാമൂഹ്യ കാഴ്ചപ്പാടും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഒരു വലിയ ഉത്തമ ഉദാഹരണമാണ് ഈ ബെത്ലഹേം യൂണിറ്റ് എന്ന് പറയുന്ന സിനിമയുടെ വിജയമൊന്നുമല്ല, സിനിമ മലയാളി അംഗീകരിച്ചിരിക്കുന്ന രീതി. അല്ലാതെ ഞാനത് മേക്ക് ചെയ്തത് വേറൊരു ലെവലാണെന്നായിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ പറയില്ലായിരുന്നു. ഞാൻ കുറച്ച് ഈ അടുത്ത കാലത്തായിട്ട് ഇത്തിരി ഞാനും മനസ്സിൽ വിചാരിച്ചത് നമ്മളെ നാട്ടിൽ കുറച്ചുകൂടെയൊക്കെ മാറ്റം വന്നു തോന്നുന്നു. പക്ഷെ ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് ഈ പടത്തിന്റെ ടോണറും ഈ പടത്തിന്റെ അഭിപ്രായവും, ആ അഭിപ്രായം കേട്ട സിനിമയ്ക്ക് പെയ്യതുകൊണ്ടും കൂടിയാണ്, ആ സിനിമ കാണണമെന്ന് വിചാരിച്ച് ചെയ്തത് കൊണ്ടും കൂടിയാണ് ഈ അഭിപ്രായം എനിക്ക് പറയേണ്ടി വരുന്നത്. കാരണം അതിൽ നിന്ന് ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയണ കാര്യമുണ്ട്. കേരളം നിലവാരത്തിൽ ഉയർന്നിട്ടില്ല, കേരളത്തിന്റെ മനസ്ഥിതി മാറിയിട്ടില്ല. പഴഞ്ചൻ ചിന്തയിൽ മലയാളി ഇരിക്കുന്നുണ്ട് ഇപ്പോഴും. മലയാളി ഇപ്പോൾ വിദേശത്ത് ഇരിക്കുന്നവരിൽ കുറെ കുട്ടികൾ മാറിയിട്ടുണ്ടെന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ അവരിലും ചിന്താഗതികൾ ചിലപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ മാറിയിട്ടുണ്ടാവില്ലായിരിക്കാം, തിരിച്ചു പോകണുണ്ടായിരിക്കാം. എന്തായാലും കേരളത്തിൻ്റെ ഒരു ടോട്ടൽ അറ്റ്മോസ്ഫിയറിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. കോമൺ ആയിട്ടൊക്കെ നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയുടെ സ്റ്റേറ്റ് ബേസ് ചെയ്തിട്ട് ഓക്കെ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അല്ലാത്ത രീതിയിൽ മലയാളി ഇന്നും 50-100 വർഷം പുറകിലാണ് എന്നതിൻ്റെ തെളിവാണ് ഈ ചിത്രത്തിന്റെ വിജയമല്ല, ഈ ചിത്രത്തിന് വന്നിരിക്കുന്ന റിവ്യൂകൾ. അപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ മാറ്റമൊന്നുമില്ല എന്ന് തന്നെയാണ് ഞാൻ ഈ ചിത്രത്തിന്റെ വിജയവും തിയേറ്റർ റെസ്പോൺസും തിയേറ്ററിലെ ആൾക്കാരുടെ വരവും പിന്നെ അവരുടെ റിവ്യൂവും കണ്ട് മനസ്സിലാക്കിയെന്നതാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. സിനിമ മോശമെന്നല്ലേ പറഞ്ഞത്, പടം റീമേക്ക് ചെയ്ത സിനിമയാണ്, നന്നായിട്ട് വിഷ്വലൊക്കെ ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം മോശമല്ല, നോക്കിക്കൊണ്ടിരിക്കാം. എന്ന് പറഞ്ഞാൽ ഈ ഒരു 50 വർഷത്തെ പിന്തിരിപ്പൻ ചിന്താഗതിയുള്ള മനുഷ്യർക്ക്
പിന്നെ എന്നെപ്പോലെയൊക്കെ ഒരു 51ാമത്തെ വയസ്സിൽ നമ്മൾ വേറെ മൈൻഡിൽ ജീവിക്കുന്നവർക്ക് ഒരു അഭിപ്രായം പറയണമെങ്കിൽ ഈ സിനിമയ്ക്ക് 10ൽ എത്ര സ്റ്റാർ കൊടുക്കാന്ന് വെച്ചാൽ എന്നെ കൊണ്ട് പരമാവധി ഒരു 4 സ്റ്റാറിനപ്പുറം കൊടുക്കാതിലൊന്നും കാണുന്നില്ല. പഴയ സിനിമ റീമേക്ക് ചെയ്തു, അതിപ്പോൾ പുതിയ രീതിയിൽ ഇപ്പോൾ ഇച്ചിരി രസമൊക്കെ കയറ്റി പുതിയ പിള്ളേരുടെ കുറച്ച് ഡയലോഗും അതിൻ്റെ ഒരു ചുറ്റുപാടുമൊക്കെ കയറ്റി ഒരു നായകനെ സൃഷ്ടിച്ച് ഒരു എന്ത് പറയണത്, അത് എത്ര ദിവസം കഴിഞ്ഞാലും നേരം വെളുക്കാത്ത നായികയും കാലം എത്ര കഴിഞ്ഞാലും പഴയ കാലമാണ് ഇത്തിരി കാണിക്കണേ ഈ പടത്തിൽ. ഇങ്ങനെ ഒരു ചുരിദാർ ഇട്ട് അതിൻ്റെ പുറത്ത് തൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗവും കാണരുതെന്ന് പറഞ്ഞിട്ടിരിക്കണ എന്ത് പറയണത് ഷോള് വിട്ടിട്ട് ഏറ്റവും ടെക്നോളജി മൊബൈൽ ഉപയോഗിക്കുകയും അതാണ് തിരിച്ചു വന്നത്. അല്ല ഒരു 25 വർഷം പിറകിലാണ് ഈ സിനിമയുടെ കഥ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, ഞാനും അത് നന്നായിട്ട് ആ കാലം പറയണേല്ലോ. ഇതങ്ങനെയല്ല, നമ്മളെ പിള്ളേരിലെ കഥാപാത്രങ്ങളും നായകനും ഒക്കെ ഏകദേശം ആപ്പിൾ ഫോണും ഐഫോണും ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. ആ കാലത്ത് നമ്മുടെ നായിക കോട്ടയത്തുനിന്ന് കോട്ടയം മുണ്ടക്കയത്തുനിന്ന് ഒരു വലിയ വിദ്യാഭ്യാസം നേടുകയാണ്. ഒന്നുമില്ലാതെ ഒരു പഴയ കാലത്ത്, അതായത് എൻ്റെയൊക്കെ ബാല്യകാലത്ത് എൻ്റെ ചേച്ചിയൊക്കെ ചുരിദാറിട്ടിരുന്ന സമയം ഉണ്ട്. ആ ചേച്ചിയൊക്കെ ചുരിദാറിട്ട സമയത്തുള്ള കഥയൊന്നും പറയണ്ടല്ലോ. ആ സമയത്ത് ആദ്യമായിട്ട് ചുരിദാറിട്ട് പള്ളിയിൽ പോയപ്പോഴത്തേക്കും പള്ളിയിൽ നിന്ന് കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടത്. എൻ്റെ നാട്ടിൽ ആദ്യമായിട്ട് ചുരിദാർ തച്ചിട്ടത് എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചിക്കാണ്. പിന്നെ എൻ്റെ ഈ നാട്ടിൽ ആദ്യമായിട്ട് ജീൻസ് പേരിട്ടത് എൻ്റെ വൈഫാണ്. എൻ്റെ നാട്ടിൽ ആദ്യമായിട്ട് 2 വീലർ റോഡിലിറങ്ങി ഓട്ടിക്കാൻ തുടങ്ങിയത് എൻ്റെ വൈഫാണ്. ഇതൊക്കെ 10-15 വർഷത്തിന് മുമ്പ്. അതിനുശേഷമാണ് ഇവിടെ നാട്ടിലൊക്കെ എല്ലാവരും വണ്ടി എടുത്തതും ആൾക്കാർ ഓപ്പൺ ഡ്രസ്സൊക്കെ ഇട്ടെന്നൊക്കെ ഓർമ്മിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അത്രയും 15 വർഷം മുമ്പേ പോലും എൻ്റെ ഈ നാടൊക്കെ വളരെ ബാക്ക്വേർഡായിരുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞത്, ഞാനുമേ ഇട്ട കുട്ടികളുണ്ട്, അവരെയൊക്കെ ഇവിടെ എന്താണ് പറഞ്ഞിരുന്നൊന്നും ഞാൻ പറയണില്ല. ഞാനിത് പറഞ്ഞു വന്ന സിനിമയുടെ ഒരു തന്നോട് വേണം. അങ്ങനെ ഈ പഴയ ആധുനിക ടെക്നോളജിയിൽ ഐഫോണും സെറ്റപ്പും എല്ലാം ഉണ്ട്. ഏറ്റവും വലിയ ആധുനിക ടെക്നോളജി, വീടും വലിയ വണ്ടികളും എല്ലാം ലേറ്റസ്റ്റ് സെറ്റപ്പ്. നമ്മുടെ നായികയാണെങ്കിൽ പഴയ BC എവിടെ നിന്നോ മുണ്ടക്കയത്തിലും കോട്ടയം ഭാഗത്തുള്ള പിള്ളേരൊക്കെ ലോകം മൊത്തവും സഞ്ചരിച്ച് ലോകം മൊത്തം മികച്ച രീതിയിൽ നല്ല വെൽ ഡ്രസ്സിലായിട്ടാണ് നടക്കണമെന്നാണ് എൻ്റെ ഞാൻ കണ്ടിട്ടുള്ളത് 10 വർഷത്തിനകത്ത്. അല്ലെങ്കിൽ അവരാണ് ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ 50 വർഷം മുമ്പേ എത്തപ്പെട്ടവർ. അങ്ങനെയുള്ള നാട്ടിൽ നിന്നിട്ട് ഈ 2026 കോലം തുള്ളണ ഒരു നായിക, ഇതൊരു അപരാധമാണെന്ന് നോക്കണം. എങ്കിൽ ആ 25 വർഷത്തിനോ 30 വർഷത്തിന്റെ പുറകിലിറങ്ങി കഥ പറയണം. 30-40 വർഷം പുറകിലിറങ്ങി പറഞ്ഞാൽ ഇത് അഡ്ജസ്റ്റ് ആവുള്ളൂ. ഇതൊന്നും പറയാത്ത ഏറ്റവും ആധുനിക യുഗത്തിൽ എല്ലാ ടെക്നോളജി ഉപയോഗിക്കുന്ന നായകന്റെ കൂട്ടുകാരും ഇങ്ങനെ ഇതിന്റെ എല്ലാം ചുറ്റുവട്ടത്തു നിന്നിട്ട് ഇപ്പോഴും നമ്മൾ 50, എൻ്റെ ബാല്യകാലത്ത് എനിക്ക് 51 വയസ്സ്, എൻ്റെ ഒരു 40, എനിക്ക് ഓർമ്മ വെച്ച കാലം എന്ന് പറയുന്നത് നല്ല ഓർമ്മ തിരിച്ചറിയണ കാലം വേണം ഒരു 10-11 വയസ്സൊക്കെ അല്ലേ. അതിന് മുമ്പേ നമുക്ക് അത്ര പിടിയില്ലല്ലോ. എൻ്റെ 11-12 വയസ്സിൽ അതേപോലെ ജീവിക്കണ 20-26 മനുഷ്യരെ കാണിച്ചിട്ട് ആ പടം തിയേറ്ററിൽ വന്നപ്പോൾ ഭയങ്കര റിവ്യൂ, ഹിറ്റ്. അപ്പം മലയാളിയുടെ മാനസികാവസ്ഥയുടെ ഒരു നിലവാരം ഞാൻ പറയണത് അത്ര ഇടുങ്ങിയ ചിന്താഗതിയാണ് നമുക്കെന്നാണ് ഞാൻ പറയണത്. സിനിമ മോശമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളിപ്പോഴും ഇടുങ്ങിയ ചിന്താഗതിയുള്ള പഴയ അടിമത്വ നിലവാരം കീപ്പ് ചെയ്യുന്ന ഒരു ജനത തന്നെയാണ് മലയാളി. ഒരുപാട് അങ്ങോട്ട് നെകളിക്കേണ്ടെന്നാണ് ഞാൻ പറയണത്. ഭയങ്കര നെകളിപ്പാണ് മറ്റു സംസ്ഥാനങ്ങൾ വെച്ചിട്ട് ഇപ്പോഴും. അത് ചില വിദ്യാഭ്യാസ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, നമ്മൾ ഈ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളായിട്ടല്ല കമ്പയർ ചെയ്യേണ്ടത്. നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് യൂറോപ്പിലെ മികച്ച രാജ്യങ്ങളുമായിട്ടും അമേരിക്ക, കാനഡ, സിംഗപ്പൂർ പോലുള്ള സാമ്പത്തികമായിട്ട് റിച്ചാവുകയും പിന്നെ ജനാധിപത്യപരമായിട്ട് റിച്ചാവുകയും സ്ത്രീകൾ ഓപ്പണൈസ് ചെയ്തിട്ട് ജീവിക്കുകയും ചെയ്യുന്ന സ്ഥലത്തോട്ട് നിലവാരമായിട്ടാണ് നമ്മളെ കമ്പയർ ചെയ്യേണ്ടതെന്നാണ് ഞാൻ എപ്പോഴും പറയണത്. ഈ കാലഘട്ടത്തിൽ ഇത്രയും ഇടുങ്ങിയ ചിന്താഗതിയോടുള്ള മനോഭാവമാണ് മലയാളികളെ എന്ന് തെളിയിച്ച സിനിമയാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്നാണ് ഞാൻ ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന വോട്ടിങ്. സിനിമ മോശമല്ല. ഞാനൊരു സാധാരണ ഒരു പഴയ സിനിമയായിട്ട് കണ്ടാൽ 10ൽ 9 സ്റ്റാർ ഞാൻ കൊടുക്കും. പക്ഷേ ഈ 2026 അതിൻ്റെ ഫ്രെയിം കൊണ്ടുവച്ചപ്പോൾ ഈ സിനിമയ്ക്ക് ഞാൻ 10ൽ 4 മാർക്ക് കൊടുക്കും. അത്ര അറുബോറൻ തട്ടിപ്പാണ് ഈ പടം. ഭയങ്കര ഫൂളിഷ്നെസ്, തട്ടിപ്പ്, പെൺകുട്ടികളെ ഇകഴ്ത്തിത്താഴ്ത്തൽ എന്നാണ് സിനിമയുടെ ഓരോ ഫ്രെയിമിൽ. പെൺകുട്ടികൾ ഇപ്പോഴും മറ്റേ പഴയ മര്യാദ കുട്ടത്തിമാര്
എന്നാൽ വെള്ളമടിക്കുന്ന സീനൊക്കെ ഉണ്ട് കേട്ടോ ആധുനിക യുഗത്തിൽ. അത് പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോഴും പറയണത്. ഇങ്ങനെ കാണിക്കണം മര്യാദ കുട്ടനായ നായകൻ, പിന്നെ ചുറ്റുവട്ടത്തുള്ള ചെറിയ ചെറിയ തട്ടിപ്പ് പരിപാടികൾ, ഇങ്ങനെയൊക്കെ ഇതൊക്കെ കണ്ടിട്ട് പിന്നെ ലാസ്റ്റ് നമ്മുടെ വില്ലന് മറ്റേ കാന്താരയിൽ വരുമ്പോൾ ഗുളിയം കയറുന്നു, അന്ധവിശ്വാസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന സീനുകൾ, എന്തൊക്കെയൊക്കെയോ കോമാളിത്തരങ്ങൾ. ഇത് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ സിനിമ മോശമൊന്നുമല്ല. സിനിമ നമ്മളൊരു 40 വർഷം പിന്നിൽ കാണിച്ചിട്ട് ആ കാലത്തെ കാലഘട്ടമാണെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യണം. ഒട്ടും നമ്മളെ കുട്ടികൾ ചോദ്യം ചെയ്യപ്പെടാതെ ഇപ്പോഴും ഒതുങ്ങി എന്തൊക്കെയോ രീതിയിൽ ജീവിക്കുന്ന രീതിയിൽ അതേ മൈൻഡുള്ള പേരൻസ് അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ ഇതൊന്നും സിനിമ മോശമെന്നല്ല എൻ്റെ അഭിപ്രായം. പക്ഷെ അതൊക്കെ മലയാളി ഇങ്ങോട്ട് അബ്സോർവ് ചെയ്തിട്ട് ആഘോഷിക്കണം. അതൊരു വല്ലാത്ത ആഘോഷമായിട്ട് കാണുന്നു. ആ ആഘോഷത്തിനെ ബേസ് ചെയ്താണ് ഞാൻ ഈ സംസാരിച്ചത്. അല്ല സിനിമ മോശമെന്നല്ല പറഞ്ഞത്. സിനിമയായിട്ട് ഞാൻ കണ്ട 10-9 സ്റ്റാർ കൊടുക്കും. പക്ഷെ മലയാളിയുടെ ഇപ്പോഴുള്ള ഒരു തരം നെഗറ്റീവ് മൈൻഡ് ഉണ്ടല്ലോ, ആ മൈൻഡ് വെച്ച് ഈ സിനിമയെ ഞാൻ ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പരമാവധി കൊടുക്കാൻ പറ്റുന്നത് 10-ൽ 4 സ്റ്റാറാണ്. അത്രയ്ക്കുള്ള നിലവാരമേ മലയാളി എത്തിയിട്ടുള്ളൂ എന്നാണ് പ്രേക്ഷകരുടെ എനിക്ക് എൻ്റെ ഷെയറായിട്ട് കോട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനപ്പുറം സിനിമയെ കുറിച്ച് എനിക്കിനി ഒന്നും പറയാനില്ല. അത്യാവശ്യം നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ബെറ്റർ ഫിലിമൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുക. സാധാരണ നമ്മൾ പൈസ കൊടുക്കുന്നതിന് മുതലാവും. 150 രൂപ കൊടുത്ത് അല്ലെങ്കിൽ കുടുംബമായിട്ട് വേറെ സിനിമ കാണുമ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെടും, അവർക്കൊക്കെ നല്ല, അത് വേറെ കാര്യം. എൻ്റെ കാര്യത്തിൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ഒരു സാധാരണ ഒരു ലോക്കൽ ഫിലിം കണ്ട ഒരു സാധാരണ ഒരു കുടുംബ ചിത്രം കണ്ട് ഇങ്ങനെ പോയിട്ട് എൻ്റെ ഒരു ശകലം മതമൊക്കെ തള്ളിക്കയറ്റി, ഒരു ടെക്നിക്കൽ തള്ളിക്കയറ്റി, ആത്മാവിനെയൊക്കെ ചുമ്മാ അതൊക്കെ ഒരു വില്ലൻ രീതിയിലാണ് ഇച്ചിരി തള്ളിക്കയറ്റി എടുത്തു പോയി ഒരു ക്ലൈമാക്സ് വരുന്ന ഒരു സാധാ ചിത്രം എന്നുള്ളതാണ്. ആ ചിത്രം എന്നുള്ള നിലയ്ക്ക് 10-ൽ 9 സ്റ്റാർ കൊടുക്കുക. അത്യാവശ്യം സോങ് ഒക്കെ കൊള്ളാം, എല്ലാവരും അഭിനയം കൊള്ളാം. മമിത ബൈജുവിൻ്റെ ആയാലും നിവിൻ പോളിയുടെ ആയാലും പിന്നെ സപ്പോർട്ട് ആർട്ടിസ്റ്റുകൾ, കോമഡി നടന്മാരായാലും എല്ലാം അതൊക്കെ നന്നായിട്ടുണ്ട്. മോശമല്ല, അതൊന്നും മോശമല്ല കേട്ടോ. അതുകൊണ്ടാണ് 10-ൽ 9 സ്റ്റാർ. അല്ലാതെ നമ്മളെ മലയാളിയുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ 2026 ഒരു നോളജും പിന്നെ അത് മേക്ക് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ 2026 ആ കഥ കൊണ്ടുവച്ച് പറഞ്ഞപ്പോൾ മേക്ക് ചെയ്തിരിക്കുന്ന രീതി വെച്ച് നോക്കുകയാണെങ്കിൽ 10-ൽ 4 സ്റ്റാർ കൊടുക്കുക ഈ സിനിമയ്ക്ക്. മറ്റൊന്നും എനിക്ക് പറയാനില്ല. പിന്നെ ഞാൻ പറയുന്നു, മലയാളി വീണ്ടും തന്നെയാണ് ജീവിക്കുന്നത്. ഒരുപാട് അങ്ങോട്ട് അഹങ്കരിക്കേണ്ട. മറ്റ് സംസ്ഥാനങ്ങളെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് വീണ്ടും, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഓർമ്മിക്കുന്നത്, നമുക്ക് അത്രയ്ക്കുള്ള വിവരമൊന്നും ഞാൻ ഇപ്പോൾ ഇല്ലെന്ന് തന്നെ അർത്ഥം. അത് ഇതൊക്കെ തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ വലിയ വിവരമൊന്നും നമുക്കില്ല എന്നുള്ളത് കൂടെയാണ് ഈ സിനിമയുടെ അൺബിലീവബിൾ വിജയം. ഈ പടത്തിന് ഇപ്പൊ പറയും, നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിവിൻ പോളിയുടെ പഴയ ചിത്രം അതൊരു വേറെ സിനിമയാണത്. അതൊരു വേറെ പാറ്റേണിൽ നല്ല സ്മൂത്തായിട്ട് സത്യനന്ദിക്കാടിന്റെ മകൻ അവതരിപ്പിച്ച ചിത്രമാണ്. അതൊരു വേറെ പാറ്റേണാണ്. അതിനകത്ത് പോലും ഒരു ആത്മീയതയും ഒരു ക്വസ്റ്റ്യൻ ചെയ്യലൊക്കെ ഉണ്ട് നായികയ്ക്ക്. നായിക ആത്മാവായിട്ട് വന്നാൽ പോലും അതിനകത്ത് നായിക A to Z ക്വസ്റ്റ്യൻ ചെയ്യാണ്. അതിനകത്ത് എവിടെ കൂടെ മതം പെയ്യാലും നായിക അതിനെ ക്രോസ് ചെയ്ത് കൊണ്ടുപോകും. അതിലൊരു ആധുനികതയുടെ നിറവ് തന്നെയുണ്ട് ആ സിനിമ. ആ പടത്തിന് അതുകൊണ്ട് തന്നെ ആ സിനിമയെക്കാൾ ഇത് ഗ്രേഡ് ചെയ്ത് പോകണ കണ്ടപ്പോഴത്തേക്കും ഞാനതാണ് പറഞ്ഞത്, അത്രയും തരം താണവരാണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ നമ്മളിപ്പോഴും ഒരിക്കലും മാറിയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. തിയേറ്ററിലിരിക്കുമ്പോഴുള്ള റെസ്പോൺസ് ഞാൻ ഇത് മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് ഞാൻ സിനിമയെക്കുറിച്ച് വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രിയ പ്രേക്ഷകർക്ക് പറയുന്നു, മലയാളിയായ നമ്മൾ ഒട്ടും അഹങ്കരിക്കേണ്ട. 100 വർഷം പിന്നിൽ തന്നെയാണ് ഒരു 35-40% പേരും. 50 വർഷം പിന്നിൽ തന്നെയാണ് ഒരു 50-60% പേരും. ഒരു 30 വർഷം പിന്നിൽ തന്നെയാണ് 70% പേരും. പിന്നെ ആ കാലഘട്ടത്തിലുള്ള എന്നെപ്പോലെ ചില ഭ്രാന്തന്മാർ മാത്രമാണ് ഇന്നും ഈ ആധുനിക ടെക്നോളജിയിൽ പിള്ളേരൊപ്പം നിൽക്കുന്നത്. എന്നെപ്പോലെ കുറച്ച് കിറുക്കന്മാർ. നമ്മുടെ പിള്ളേരിൽ ഒരു 50% ഒഴിച്ച് 50% ഇപ്പോഴും 50 വർഷം പിന്നിൽ തന്നെയാണ് ജീവിക്കുന്നു എന്നുള്ള തെളിവുണ്ട്. ഒരു 30% 25 വർഷം പിന്നിലും ഒരു 20% ഉള്ളൂ ഈ ലേറ്റസ്റ്റിൽ ജീവിക്കുന്നത്. ആ കുട്ടികളാണ് നമ്മുടെ നാടിന്റെ ജീവനാടി. അതർവൈസ് എടുത്തു കഴിഞ്ഞാൽ ഒന്നും എനിക്ക് സിനിമയെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. പക്ഷെ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് ഒരു പ്രശ്നമില്ല, 10-ൽ 9 സ്റ്റാർ കൊടുക്കാം. പക്ഷെ അതിന് മലയാളി കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം, അതിന് വരുന്ന ബ്ലോഗിൽ കൂടി വരുന്ന നമ്മുടെ മലയാളി സിനിമ കണ്ടവരുടെ പ്രതികരണം വച്ചിട്ടാണ് ഞാനിത് കോട്ട് ചെയ്ത് പറഞ്ഞത്. ഇത് എൻ്റെ കാഴ്ചപ്പാടിൽ കൂടി മാത്രമാണ്, ഇതെൻ്റെ അഭിപ്രായവും മാത്രമാണ്.
സിനിമ തിയേറ്ററിൽ ഇനിയും വമ്പ ഹിറ്റാവട്ടെ. എൻ്റെ കണക്കൂട്ടലിൽ 250 കോടി കളക്ട് ചെയ്തിട്ട് സാറ്റലൈറ്റ് 100 കോടി കൊണ്ട് നമ്മളെ ഇൻഡസ്ട്രി ഒന്ന് വളരട്ടെ, ബൂമാവട്ടെ. അതൊക്കെ നല്ല രീതിയിൽ അതൊക്കെ ഞാൻ എന്നും അഭിനന്ദിക്കുന്നതന്നെ. ആ മനസ്സിലാക്കി സ്ക്രിപ്റ്റ് ചെയ്ത് ഇവർക്കൊക്കെ തികഞ്ഞ അഭിനന്ദനങ്ങൾ. അങ്ങനെ അവർക്കൊക്കെ 10ൽ 10 സ്റ്റാറും കൊടുക്കുക, അത് വേറെ കാര്യം. സിനിമ എന്നുള്ള നിലയ്ക്ക്, കാരണം അവരെല്ലാം നമുക്ക് എന്താണോ വേണ്ട അതല്ലേ അവർ ഉരുട്ടി തരുള്ളൂ, അല്ലേ? നമുക്ക് വേണ്ടതിലേ മാർക്കറ്റിൽ കിട്ടുള്ളൂ വാങ്ങിക്കാൻ. നമുക്ക് ഒരു പ്രാവശ്യം തെറ്റായിട്ട് എടുത്താൽ രണ്ടാമത് വീണ്ടും പോയി എടുക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിലല്ലേ പോയി എടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ടോട്ടലി ഈ പടത്തെക്കുറിച്ച് എൻ്റെ അഭിപ്രായം ഇതാണ്. ഞാൻ വീണ്ടും പറയണു, സിനിമ എന്നുള്ള നിലയ്ക്ക് 10ൽ 9 സ്റ്റാർ കൊടുക്കാം. അണിയറ പ്രവർത്തകർക്കും മറ്റെല്ലാവർക്കും മാർക്കറ്റിംഗ് ടീമിനും ഒക്കെ ടെക്നിക്കലായിട്ട് എഴുതി അതിൻ്റെ പൾസ് മനസ്സിലാക്കി എഴുതിയതിന് 10ൽ 10 സ്റ്റാർ കൊടുക്കാം. പ്രേക്ഷകരും നമ്മുടെ മലയാളിയുടെ മാനസികാവസ്ഥയും മറ്റുമൊക്കെ വെച്ച് നോക്കി, പഴയ കാലത്തിന് 2026 അവതരിപ്പിച്ച രീതി വെച്ച് നോക്കി അങ്ങനെ സിനിമ എന്നുള്ള നിലയ്ക്ക് എടുത്താൽ എൻ്റെ കാഴ്ചപ്പാടിൽ 10ൽ 4 സ്റ്റാർ കൊടുക്കാൻ. അതിനപ്പുറം ഈ സിനിമയിൽ കൊടുക്കുക ഒരു പിണ്ണാക്കൂലി പടത്തിനകത്ത് നമ്മളെ പിന്തിരിപ്പ ജീവിതത്തിലൊക്കെ മടക്കി കൊണ്ടുപോകുന്ന രീതിയാണ് 2026 കാലഘട്ടത്തിൽ ഈ പടത്തിൻ്റെ ചിത്രീകരണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ പറഞ്ഞുകൊണ്ട്, ഒപ്പം പിന്തിരിപ്പൻ സമ്പ്രദായത്തിലോട്ട് നിങ്ങൾ നീങ്ങുന്നുവെങ്കിൽ നാളെ നിങ്ങളെ കുട്ടികൾക്ക് മാത്രമാണ് വീണ്ടും നഷ്ടമെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഞാൻ എപ്പോഴും പറയണതാണ്, ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് പുതിയ തലമുറയെ ഹാപ്പി ഓണം. 50 വർഷം പിന്നിൽ ജീവിക്കണമെന്ന് താല്പര്യമുള്ളവരോ 100 വർഷം പിന്നിൽ ജീവിക്കണമെന്ന് താല്പര്യമുള്ളവരൊക്കെ ഭയങ്കരമായിട്ട് പിക്കോളൂ കേട്ടോ. ബായ്.